ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാനൊരു സ്റ്റോറിയുമായിട്ട് എത്തുമെന്ന്. അപ്പോൾ നമുക്കിന്ന് ഒരു സ്റ്റോറിയിലേക്ക് പോയാലോ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ തന്നെ എഴുതിയ സ്റ്റോറീസാണ് ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. ഈ സ്റ്റോറി ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, തികച്ച സാങ്കല്പികം മാത്രമാണ്. ഇതിലെ കഥാപാത്രങ്ങളും കഥയുമെല്ലാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇന്ദു ജോലിസ്ഥലത്ത് നിന്നും തിടുക്കപ്പെട്ട് ഇറങ്ങുകയാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. അവൾക്ക് പോകാറായിട്ടുള്ള ബസ് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇച്ചിരി ലേറ്റായി ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അവൾ ഓടിപ്പിടിച്ച് ബസ്സിലേക്ക് കയറിയതും ബസ്സിനകത്ത് നല്ല തിരക്ക്. ഇരിക്കാനാണെങ്കിൽ സീറ്റുമില്ല. എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് നിന്നു. മഴ അപ്പോഴേക്കും ശക്തമായിരുന്നു. സൈഡിലെ ജനലിൻ്റെ അടുത്ത് നിന്നുള്ള ഷട്ടറുകളെല്ലാം ആൾക്കാരിട്ടു. കാരണം വെളിയിൽ നിന്നുള്ള ചെറിയ ചെറിയ ചാറ്റലിൻ്റെ വെള്ളത്തുള്ളികൾ അകത്തേക്ക് കിടക്കുന്നു. ഫുള്ള് ഇരുട്ടായ ഒരു രീതി. ബസ്സിൽ ചെറിയ ലൈറ്റ് വെട്ടമുണ്ടായിരുന്നു. അങ്ങനെ ആ തിക്കിലും തിരക്കിലും പെട്ട് അവൾ അവിടെ നിൽക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറേ ആൾക്കാർ കൂടി കയറി. ഏറെക്കുറെ എല്ലാവരും നനഞ്ഞിട്ടുള്ള അവസ്ഥയിലായിരുന്നു. നനഞ്ഞ ആൾക്കാർ അടുത്ത് വന്ന് നിന്നപ്പോഴത്തേക്കും അവൾക്ക് കൂടുതൽ തണുക്കുന്നത് പോലെ തോന്നി. അവൾ നിൽക്കുന്ന സൈഡിലെ ബാക്ക് സീറ്റിൽ നിന്നും ഒരാൾ എഴുന്നേറ്റു. അവൾക്ക് ആശ്വാസമായി. അവൾ അവിടെ ഇരുന്ന് അവൾ അവിടെ ഇരുന്ന് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. അവളുടെ ബസ് സ്റ്റോപ്പ് കുറേ കഴിഞ്ഞിരുന്നു. അവൾ അറിഞ്ഞതേയില്ല. കുറേ ദൂരം ബസ് മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് അവൾ പിടഞ്ഞെഴുന്നേറ്റു. ദൈവമേ, സ്ഥലം കഴിഞ്ഞല്ലോ. അവൾ കണ്ടക്ടറോട് പറഞ്ഞു, എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. അവൾ അടുത്ത സ്റ്റോപ്പിലിറങ്ങി. സ്റ്റോപ്പിലിറങ്ങിയപ്പോൾ അത് ഏത് സ്റ്റോപ്പാണെന്നോ ഏത് സ്ഥലമാണെന്നോ അവൾക്ക് തിട്ടം കിട്ടിയില്ല. എങ്ങനെയും വീടെത്തണം, അതായിരുന്നു അവളുടെ ചിന്ത. അവൾ തിക്കും പക്കും നോക്കി. അവിടെയെങ്ങും ആരെയും കാണാനില്ല. മഴ ശക്തമാവുകയും ചെയ്തു. അവൾ കുട നന്നായി കവർ ചെയ്ത് പിടിച്ചു. ദേഹത്ത് കുറേശ്ശെയായിട്ട് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. കുറേ ദൂരം മുന്നോട്ട് നടന്നതും അവൾക്ക് എന്തെന്നില്ലാത്ത ഭയം ശരീരത്തിലൂടെ അരിച്ചു കയറുന്നതുപോലെ തോന്നി. ആരോടാ ഇനി സ്ഥലമൊക്കെ ഒന്ന് ചോദിക്കുക? വണ്ടി വല്ലതും കിട്ടാനുണ്ടോ? അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ കടന്നുകൂടി. അപ്പോഴേക്കും ഫോൺ ബെല്ലടി കേട്ടു. ബാഗിനകത്ത് നിന്ന് നോക്കിയപ്പോൾ അമ്മയോട് എന്തു പറയും? അവൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ചു. അവൾ ഫോൺ എടുത്തു. ഹലോ അമ്മേ, ഞാൻ സ്ഥലം മാറി ഇറങ്ങി. ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി, അവൾ പറഞ്ഞു. അമ്മയ്ക്ക് ടെൻഷൻ കൂടി. അമ്മ പേടിക്കണ്ട, ഞാൻ എങ്ങനെയും വീട്ടിലെത്തിയിരിക്കും. ഞാൻ ചോദിക്കട്ടെ ആരോടെങ്കിലും ഇവിടെ ഓട്ടോറിക്ഷ വല്ലതും കിട്ടാനുണ്ടെന്ന്. അമ്മ ഫോൺ വെച്ചേക്ക്, അവൾ പറഞ്ഞു. അമ്മ ഫോൺ കട്ട് ചെയ്തു. അവൾ കുറേ കൂടി മുന്നോട്ട് പോയി. ഒരാൾ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന അവൾ കണ്ടു. ചേട്ടാ, ഇത് ഏതാ സ്ഥലം? അവൾ ചോദിച്ചു. അയാൾ സ്ഥലം പറഞ്ഞു കൊടുത്തു. ഇവിടെ എവിടെയെങ്കിലും ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ? അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ബസ് വല്ലതും ഉണ്ടോ? അവൾ ചോദിച്ചു. ബസ്സൊന്നും ഇനിയിപ്പോൾ ഇല്ല, ലേറ്റായില്ലേ സമയം. ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം, അയാൾ പറഞ്ഞു. അവളത് കേട്ടതും നിരാശയോടെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. എങ്ങനെയും ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി ഓട്ടോ പിടിക്കണം, അവൾ മനസ്സിൽ വിചാരിച്ചു. അവൾ അങ്ങനെ നടന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിൽ ആരോ വരുന്നതായിട്ട് അവൾക്ക് തോന്നി. ഞാൻ സ്ഥലം ചോദിച്ച ആളല്ലേ അത്? അവൾക്ക് ടെൻഷൻ കൂടി. ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി. അവൾ നടത്തിയുടെ വേഗത കൂട്ടി. ഇടയ്ക്കിടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിൻ്റെ കാഠിന്യവും കൂടി. വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും എല്ലായിടത്തും ഒന്നും ഇല്ലായിരുന്നു. അവൾ വേഗത കൂട്ടും, തിരിഞ്ഞു നോക്കും. അയാളും അതേ കണക്ക് വേഗതയിൽ പിന്നാലെ ഉണ്ടായിരുന്നു. അവൾ പിന്നീട് ചെറുതായി ഓടാൻ തുടങ്ങി. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? അവൾ വേഗം ഓടാൻ തുടങ്ങി. കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു ജംഗ്ഷൻ കണ്ടു. അവിടെ 1-2 കടകളും ഉണ്ടായിരുന്നു. അവൾക്ക് ഒരു ആശ്വാസം മനസ്സിൽ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളെ കണ്ടില്ല. അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ ജംഗ്ഷനിൽ തുറന്നിരിക്കുന്ന ഒരു കടയിൽ മുതലാളിയോട് ചോദിച്ചു, ഒരു ഓട്ടോ കിട്ടാൻ മാർഗമുണ്ടോ? 2-3 ഓട്ടോ കിടക്കുന്നു, പക്ഷെ അതിനകത്തൊന്നും ആളെ കാണാനില്ല. അവരൊക്കെ ആ ഓട്ടോയിലുള്ള ആൾക്കാരൊക്കെ ചായക്കടയിലേക്ക് പോയിരിക്കുകയാണ്. മോളിവിടെ നിൽക്കുമോ? അവരൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ് സെറ്റാക്കാം, അദ്ദേഹം ആശ്വസിപ്പിച്ചു. അവൾക്ക് അവളെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ ഓട്ടോക്കാർ വന്നപ്പോൾ ആദ്യം കാണുന്ന ഓട്ടോയിലേക്ക് അവൾ കയറി.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു സൂക്ഷിച്ച് കൊണ്ടുവിടണേ, ഇവിടെയുള്ള കുട്ടിയല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു അത് ഞാൻ ഏറ്റു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വരെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും.